ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. പരാതി പോലീസ് കോടതിക്ക് കൈമാറി. വീഡിയോ ചിത്രീകരിക്കുന്നു. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗുരുവായൂർ അമ്പലത്തിലെ റീൽസ് പ്രഹസനം, അടുത്ത ഇൻഫ്ലുവൻസറിൻ്റെ പ്രഹസനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതുപോലുള്ള തോന്നിവാസം പാടില്ല എന്നത് ഹൈക്കോടതി വരെ ഉത്തരവിട്ടതാണ്. ഇതിനു മുമ്പ് ജസ്ന സലീം കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ മാത്രമാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി മാത്രമാണ്. പബ്ലിസിറ്റിക്കും ലൈക്കിനും ഷെയറിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിലും സമൂഹത്തിന് മുമ്പിൽ കാട്ടിക്കൂട്ടാൻ ഇവർക്കൊരു മടിയുമില്ല. ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വലിയ കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതും ഒരു വ്യക്തി കൊടുത്തതല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇതുപോലുള്ള റീൽസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ല എന്നത് വലിയ രീതിയിലുള്ള വാർത്തയാണ്. ക്യാമറ പോലും അലൗഡ് അല്ല. എന്നിട്ടും ഇത്രയും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇത്രയും രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും വീണ്ടും ഇതുപോലുള്ള ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതിലാണ് അത്ഭുതം. ഈ ഒരു പ്രശ്നം ഇത്രയും ആക്കം കൂട്ടാനുള്ള കാരണം ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ്. ജാതി പറയാൻ പാടില്ല എന്നാണ്. എന്നാലും നമ്മളെ പ്രൈവറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ നമുക്കവിടെ പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലൊരു പബ്ലിക് സ്ഥലത്ത് പോയിട്ട് ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് എന്താ പറയുക? എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. പരാതി പോലീസ് കോടതിക്ക് കൈമാറി. വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. അഞ്ജുരാജ് വിവരങ്ങൾ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തോ ആ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഈ റീൽസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചിത്രീകരണമോ പാടില്ല എന്ന് നേരത്തെ ജസ്ന സലീമിന്റെ കേസിലും അക്കാര്യം വ്യക്തമാക്കിയതാണ് കോടതി. അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അക്കാര്യങ്ങൾ അനുവദിക്കുന്നതിനുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺ. എന്തായാലും നല്ല വിഷയമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ എത്ര വാർത്തകൾ വന്നു. ഇതിനുശേഷം ജാസ്മിൻ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്, മാപ്പൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞത്. ജാസ്മിൻ അല്ല, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു ക്ഷേത്രത്തിലൊക്കെ പോയി വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവിടെയുള്ള ബന്ധപ്പെട്ട ആൾക്കാരോട് അറ്റ്ലീസ്റ്റ് ചോദിക്കെങ്കിലും ചെയ്യണം, ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ ഇതുപോലെ റീൽസ് ചിത്രീകരണവും ഫോട്ടോഷൂട്ടൊന്നും പറ്റില്ല എന്നത് കോടതി വരെ ഉത്തരവിട്ടതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളതെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അറിയണം. അല്ലാണ്ട് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം?